ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബുധനാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. വീഡിയോൻ്റെ ലാസ്റ്റ് ആയിട്ട് നല്ല അടിപൊളി സേമിയ പാസ്തൻ്റെ റെസിപ്പിയും കൂടിയുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. ഇന്നലത്തെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം വരെയുള്ള വീഡിയോസേ എടുത്തിട്ടുള്ളൂ. ബാക്കി ഒരുപാട് പണികളുണ്ട്. എത്രയെന്ന് മരുന്നാക്കാനൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ രാവിലെ ഇതാ മരുന്നൊക്കെ തണിഞ്ഞതിന് ശേഷം ഞാൻ ബോട്ടിൽ ആക്കി വെക്കുന്നുണ്ട്. ബോട്ടിൽ ആക്കുന്നതിൻ്റെ ഇടയിൽ നല്ലൊരു മണം വന്നിട്ട് ഞാൻ അടുപ്പത്ത് നോക്കുമ്പോൾക്ക് ഓള് പുട്ട് ചുടാൻ വേണ്ടി വെച്ചിട്ട് ഫോണും കൊണ്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. അത് നല്ല പോലെ വെള്ളമൊക്കെ വയറ്റിയിട്ടുണ്ട്. ഞാനതങ്ങനെ തട്ടിയതാണ്. പിന്നെ ഇതാ ഈ ഒരു ഐറ്റംസ് നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ ലിങ്കൊന്നും ഞാൻ എന്ത് പറഞ്ഞാലും തരൂല. കാരണം ഇതിൻ്റെ ലിങ്ക് എവിടെ പോയാലും കിട്ടില്ല. ഞങ്ങൾ തന്നെ തയ്ച്ചിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കണം. ഇതാ എൻ്റെ പഴയ മാക്സിയാണ്. നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ മാക്സി. അതിനിതാ നല്ല അടിപൊളിയായിട്ട് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ പാത്രങ്ങളൊക്കെ ഇറക്കി വെക്കാനും പിന്നെ മൂടിയൊക്കെ തുറക്കാനൊക്കെ നല്ല അടിപൊളി സാധനമാണ്. ഉമ്മാണ് ഈ ഐഡിയ പറഞ്ഞത്. ഉമ്മാൻ്റെ അൾമറിയിൽ എപ്പം സ്റ്റോക്കാണ്. ഞങ്ങൾ അടിക്കാൻ വേണ്ടിയിട്ട് മെഷീൻ്റെ അടുത്ത് ഇരിക്കുമ്പം ഇങ്ങനെ നല്ല തുണികളൊക്കെ കൊണ്ടുവന്നിട്ട് അടിച്ചു കൊടുക്കാൻ വേണ്ടി പറയും. എന്നിട്ട് പൊന്നുപോലെ സൂക്ഷിക്കും. അങ്ങനെയാണ് ഉമ്മാൻ്റെ സ്വഭാവം. പിന്നെ ഇതാ ബോട്ടിലൊക്കെ റെഡിയാക്കിയ മരുന്ന് തൂക്കിയിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. അതിനുശേഷം ഇതാ അതൊക്കെ ഒന്ന് അടിപൊളിയാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് കൊറിയർ ചെയ്യാനൊക്കെ ഉണ്ട് ഇതിൽ. ഇനി നമ്മളെ ഡ്യൂട്ടിയിലേക്ക് തുടങ്ങാം. അതിനു മുമ്പ് ഇതാ ഞാൻ ഡ്യൂട്ടിയിലേക്ക് കയറുന്നതിന് മുമ്പിൽ അനിയത്തി കയറിയിട്ടുണ്ട്. ഓള് ചിക്കൻ റോളിൻ്റെ പണി ഏറ്റെടുത്തിട്ടുണ്ട്. ദോശയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. ഞാൻ പുട്ടിന് വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കാൻ വിചാരിച്ച ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഉള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ വെക്കുന്ന മീൻകറിയിൽ എന്നും ഉമ്മാന്റെ സ്പർശം ഉണ്ടാവും. കാരണം ഇതാ 7 വർഷം മുമ്പ് ഉമ്മ ഉണ്ടാക്കി തന്ന കൊടംപുളിയാണ് ഉണക്കി സെറ്റാക്കി തന്നത്. ഇന്നും അത് ഞങ്ങൾ മീൻകറിയിൽ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മീൻകറിയിൽ എപ്പോഴും ഉമ്മാന്റെ ഒരു സ്പർശം ഉണ്ടാവും. ഉമ്മാക്ക് ഫേവറേറ്റ് ആയിട്ടാണ് മീനില്ലാണ്ട് ഉമ്മാക്കാവൂല, നമ്മളെ പോലെയല്ല. പിന്നെ ഇതാ വാടി വന്ന ഉള്ളിയിലേക്ക് പിന്നെ കറിവേപ്പിലയും പച്ചമുളകും കൂടി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് തക്കാളി ഒരു 2 തക്കാളി മുറിച്ചിട്ട് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 പീസ് കൊടംപുളി ഇട്ടിട്ടുണ്ട്. നമുക്കങ്ങനെ ഓവർ പുളിയൊന്നും വേണ്ടാത്തതുകൊണ്ട് അത്രയും ഞങ്ങളിടും. പിന്നെ ഇതാ അതൊക്കെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് 4 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് അടച്ച് വെക്കുക. അതിൽ തന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് മുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് തുറന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് ഉടക്കണം. തക്കാളിയും ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് ഉടച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ തിളച്ച് വന്നാൽ അതിലേക്ക് മീൻ മുറിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അയിലയാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ അനിയത്തി റോളൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്നതല്ലേ കാണല്. ഇന്നൊരു ചേഞ്ച് വരുത്തിയതാണ് ഓള് ഏറ്റെടുത്ത്. അപ്പോൾ ഇതാ നമ്മുടെ മീൻ കറി സെറ്റായിട്ടുണ്ട്. തിളച്ച് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ടേബിൾമ കൊണ്ടുവച്ചിട്ടുണ്ട്. പുട്ടും പഴവും കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കുക, പഞ്ചസാരയൊക്കെ ഇട്ടിട്ട്. പിന്നെ കറിയും കൂട്ടി കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കുക. ആരെയും കാത്തുക്കാൻ വേണ്ടി നിന്നിട്ടില്ല. എനിക്ക് പോകാനുണ്ട്, സാധനം വാങ്ങാനുണ്ട്. സാധനം വാങ്ങിയിട്ട് വന്നിട്ട് വേണം ബാക്കി ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓർഡർ ഉണ്ട്, അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 മണിയാകുമ്പോൾക്ക് വേണമെന്ന് പറഞ്ഞതാണ്. സാധനം 10:30 മണിയായിട്ടുണ്ട്. അപ്പോൾ അത് നാസ്ത കഴിച്ചിട്ട് വേഗം പോയിട്ട് വാങ്ങിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നാസ്തയൊക്കെ കഴിച്ചിട്ട് വേഗം ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. എന്നിട്ട് വേഗം വന്നിട്ട് പിന്നെ സമയമൊന്നുമില്ല. ഷടപടേ ഇങ്ങനെ ആക്കിയായിരുന്നു. ഹാഫ് മൂണാണ് ആക്കാൻ ബാക്കിയുള്ളത്. പിന്നെ കായടിയും പിന്നെ ചിക്കൻ റോളൊക്കെ ഉണ്ടായിന്. അതൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഹാഫ് മൂണ് മാത്രമേ ബാക്കിയുള്ളൂ അവർക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ വേഗം എന്താക്കി കോണൊക്കെ തോലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വരുമ്പോൾ തന്നെ അനിയത്തി ക്യാരറ്റൊക്കെ കുറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ടായിന്. പിന്നെ ഞാൻ വന്നിട്ട് ഉള്ളിയും ക്യാപ്സിക്കോ ഒക്കെ ചെറുതായി അരിഞ്ഞെടുക്കുകയെന്ന്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ തന്നെ നമ്മുടെ ഉള്ളി കട്ടിംഗ് ഒക്കെ ഏകദേശം തീരാനായിട്ടുണ്ട്. ബാക്കിയൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല. വീഡിയോ എടുക്കാൻ നിന്നാൽ സമയം പോകുന്നത് അറിയേ ചെയ്യില്ല. പിന്നെ ഇതാ ഞാൻ വേഗം മസാലയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പാലും കൂട്ടി ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഹാഫ് മൂണിൻ്റെ മസാല റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മസാല റെഡിയാക്കുന്ന സമയം കൊണ്ട് അനിയത്തി അതിൻ്റെ മാവൊക്കെ പരത്തി റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് അവിടെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 2 കൂടി നിന്നിട്ടാണ് ഒരേ സ്പീഡിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ഐറ്റംസ് എല്ലാം ഉണ്ടല്ലേ. ഇത് 2 കൂടിയിട്ട് ഒരുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക ചെയ്തതിന് സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ
പാക്കാക്കുന്നത് 1 മണിയാകുമ്പോഴേക്ക് വേണമെന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ പിന്നെ വേഗം ഇതാ ആയത് മാത്രം വേഗം പാക്ക് ചെയ്തിട്ട് അവരെ എണ്ണത്തിനനുസരിച്ചിട്ട് ഇത് വെച്ചിട്ട് ഇതാ ബോക്സിലാക്കിയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. കായടിയും ചിക്കൻ റോളൊക്കെ ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ അതൊക്കെ ഒന്ന് ബോക്സിലാക്കിയിട്ട് അത് വേഗം ഡെലിവറി ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം വന്നിട്ട് ബാക്കിയൊക്കെ ഞാൻ ഹാഫ് മൂൺ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ റെഡിയാക്കിയ ഹാഫ് മൂണൊക്കെ അനിയത്തി അത് പാക്കാക്കിയിട്ട് ഫ്രീസറിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അടുത്ത ആൾക്കൊക്കെ കൊടുക്കാനുണ്ട്. പിന്നെ ഇതാ ഞാൻ സമൂസയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ സമൂസൻ്റെ ഷീറ്റ് ഞാൻ റെഡിയാക്കി എടുക്കുകയെന്ന് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ അതിൽ കമൻറ്റ് ഉണ്ടായിന് സമൂസൻ്റെ ഷീറ്റ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരുമോ എന്ന് വെച്ചിട്ട്. സമൂസൻ്റെ ഷീറ്റ് ആക്കുന്നത് കാട്ടിത്തരുമോ എന്ന് വെച്ചിട്ടില്ല, കമൻറ്റ് ഉണ്ടായിന്. ഞാൻ മുന്നേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഷോർട്സ് വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. സമൂസൻ്റെ റെസിപ്പിൻ്റെ വീഡിയോയിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അനിയത്തി വീണ്ടും മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ഈ സംഭവം നിങ്ങൾക്കായിരിക്കെങ്കിലും അറിയോ, ഈച്ച പാറ്റ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ഉപകാരമുണ്ട് അത് സംഭവങ്ങൾ. നമ്മളെ അടുക്കളയിലുള്ള പ്രാണിയും പാറ്റകളൊക്കെ അതിന് ഒട്ടിപ്പിടിക്കും. പിന്നെ ഇതാ ഞാൻ സമൂസൻ്റെ ഷീറ്റൊക്കെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് 2 വശവും തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് സമയമൊന്നും ചൂടാക്കി എടുക്കണ്ട, ജസ്റ്റ് 2 വശവും ഒന്ന് ചൂടായാൽ മാത്രം മതി. എന്നിട്ട് എടുക്കണം. പിന്നെ ഇതാ ഇതുപോലെ ഒന്ന് അട്ടിക്ക് വെക്കുന്നുണ്ട്. എല്ലാം ഒരുപോലെ വെച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. നേരെ പകുതിയാക്കി കൊടുക്കും. പിന്നെ ഇതാ ഇതുപോലെ വെച്ചിട്ട് വീണ്ടും നേരെ പകുതിയാക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ സമൂസൻ്റെ ഷീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് കോട്ടിയെടുക്കണം. ഇതാ ഇതുപോലെയാണ് ഞാൻ സമൂസക്ക് കോട്ടിയെടുക്കുന്നത്. സിമ്പിളാണ്. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകൾ തോന്നും, പിന്നെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം സിമ്പിളായിട്ട് വരും എല്ലാം. അങ്ങനെ ആദ്യം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. ആദ്യം ഒരു 10 എണ്ണം ആക്കാൻ കഴിയുന്നത്, രണ്ടാമത് ഉണ്ടാക്കുമ്പോൾ ഒരു 20 എണ്ണം ആകും, പിന്നെ 30. അങ്ങനെ നമുക്ക് ഒരു എളുപ്പമായിത്തീരും എത്ര ഉണ്ടാക്കുമ്പോഴും. ഓരോ വീഡിയോസിൻ്റെ അടിയിലും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന കമൻറ്റാണ്, നിങ്ങൾ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ. നല്ലൊരു മോട്ടിവേഷനാണ് നിങ്ങൾ വീഡിയോസൊക്കെ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് എന്ത് പറയണമെന്നറിയില്ല. ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടാണെന്ന് ആത്മാർത്ഥമായി ഒന്നുകൂടെ പറയുകയെന്ന്. അങ്ങനെ ഇതാ നമ്മുടെ സമൂസയൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും അതൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് ഫ്രീസറിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫ്രോസൺ ആകാനൊന്നും ടൈം ഉണ്ടാവൂല. അപ്പോൾ പിന്നെ വേഗം ഒന്ന് ജസ്റ്റ് ഒന്ന് തണുപ്പ് കയറിക്കോട്ടെ വെച്ചിട്ട് ഫ്രീസറിലേക്ക് മാറ്റുന്നതാണ്. ഇതൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ തന്നെ വൈകുന്നേരം ആയിട്ടുണ്ട്. വൈകുന്നേരം കൊണ്ടു കൊടുക്കേണ്ടതാണ്. ഇത് പയ്യന്നൂരേക്ക് കൊടുക്കണം. ഇത് ശരിക്കും പിലാത്തറയിലേക്കുള്ള ഓർഡറാണ്. അവർ പയ്യന്നൂർ വന്നിട്ട് വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഓർഡർ എടുത്തത്. ഇനി നമുക്ക് പാസ്ത ഉണ്ടാക്കാം. അതിനായിട്ട് ഇതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് പിന്നെ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ടിട്ട് അത് നല്ലപോലെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ക്യാപ്സിക്കവും ക്യാരറ്റും കൂടി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ മൈദ, 1 സ്പൂൺ കുരുമുളക് പൊടി അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം, അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ. എന്നിട്ട് ഇതാ അതിന് ശേഷം അതിലേക്ക് ഒരു കൊട്ട പാല് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് മിക്സാക്കി കൊടുക്കുക. നല്ല പോലെ ഒന്ന് തിക്കായിട്ട് വരും. അതിൻ്റെ ഇടയിൽ ഇതാ ചായ തിളക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചായ സെറ്റായി. പിന്നെ അതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് നല്ല പോലെ ഒന്ന് വീണ്ടും ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതാ ഇപ്പം നല്ലൊന്ന് തിക്കായിട്ട് വരുന്നുണ്ട്. ഇനി അതിലേക്ക് വേവിച്ച് വെച്ച സേമിയം കൂടി ഇട്ട് കൊടുക്കുക. സേമിയം നല്ലോണം വെന്തൊടയാൻ പാടില്ല. ഒരു ഹാഫ് വേവാകുമ്പം തന്നെ അത് ഊറ്റി വെക്കണം. എന്നിട്ട് അതിലേക്ക് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ചിട്ട് അത് തണിച്ചിട്ട് വെക്കണം അവിടെ. പിന്നെ അതിലേക്ക് വേവിക്കുമ്പോൾ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ അതൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ചീസ് കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 5 മിനിറ്റ് അവിടെ അടച്ചു വെക്കുക. അതിനുശേഷം എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് വിളമ്പുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എണ്ണക്കടികളൊന്നും വേണ്ടാത്തവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. സേമിയം കൊണ്ട് മധുരമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിന്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹസ്ബൻഡിനും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഉപ്പാവും ഹസ്ബൻഡൊക്കെ കൂടി ചായ കുടിക്കുന്നത്. ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പയ്യന്നൂരേക്ക് വിട്ടിട്ടുണ്ട് സാധനം കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പിലാത്തറയിലെ ടീമിന്. അപ്പോൾ അവർ പറയുന്നത് ഒന്ന് കേട്ടാലോ. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ പിലാത്തറയിൽ നിന്ന് സ്നാക്സ് മേടിച്ചിട്ടില്ലേ, അവരാണ്. പിന്നെ ഞാൻ അന്നേരം പറയാനും അന്നേരമല്ല, പിന്നെ അതിൻ്റെ തിരക്കായിപ്പോയി, ഹോസ്പിറ്റലായിപ്പോയി, പോകുന്ന തിരക്കായിപ്പോയി. മാഷാ അല്ലാ, നല്ല ടേസ്റ്റ് ഉണ്ട്. മാത്രമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങളാ ഒരു എന്താ പറയുക, ആ ഒരു പാക്കിങ്ങും കാര്യങ്ങളും നല്ല നീറ്റിൽ അടുക്കി വെച്ചിട്ട്
മാഷാല്ലാ നല്ലുണ്ട്. ഞാൻ പറയട്ടാ, ഞാൻ നേരം മുതൽ പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനത് 2-3 ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ലുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഹാഫ് മൂണും എല്ലാം മൂന്നും നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ സാധനം വാങ്ങിയവരുടെ ഫീഡ്ബാക്കാണ് നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നമ്മുടെ മെസ്സേജിലായിട്ടും പിന്നെ ഫോൺ വിളിച്ചിട്ടൊക്കെ ഫീഡ്ബാക്ക് പറയാറുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താറില്ല. ഇതെന്തോ എനിക്ക് ഉൾപ്പെടുത്താൻ തോന്നി അവരോട് സമ്മതം ചോദിച്ചിട്ട് തന്നെയാണ് ഉൾപ്പെടുത്തിയത്. പുണ്യ റബീനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ഞങ്ങളും ഒരുങ്ങിയിട്ടോ. എൽബി സ്നാക്സും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിളിച്ചോളൂ. ആവശ്യമുള്ളവരൊക്കെ മൗലീദ് ചീരണി കൊടുക്കാനും മറ്റുമൊക്കെ ആവശ്യമുള്ളവർ ഞങ്ങളെ വിളിക്കുക. അപ്പോൾ പുതിയൊരു വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.